ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ 5 മണിയായിട്ടുണ്ട്. ഞാനും അമ്മയായിട്ട് ഇതേ പള്ളിയിലോട്ട് പോവാൻ. ഞങ്ങൾക്കൊരു ചെറിയൊരു ട്രിപ്പ് ഉണ്ടെന്ന്. മാക്സിമം വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യും കേട്ടോ. ഞാനും അമ്മയായിട്ട് പോവുക കേട്ടോ പള്ളിയിലോട്ട്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഒരേ വൈബിൽ ഡാൻസൊക്കെ കളിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടിട്ട് പോയോ. ഇവിടെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉത്തമൻ സിനിമയൊക്കെ ഇല്ലേ, അതിൻ്റെ ലൊക്കേഷനും കൂടെ ആയിരുന്നു കേട്ടോ. രാവിലെ ഇപ്പം നമ്മൾ ഇഡലി, സാമ്പാർ, വട അതൊക്കെയാണ് ഇപ്പം എല്ലാവരും ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടുന്ന് വേണം ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോകാനായിട്ട്. അതെ, പറയൂ. ഹായ് ഗൈസ്, ഹായ് ഗൈസ്. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ക്രിസ്റ്റീന മോൾ. ഇപ്പൊ റിസൾട്ടൊക്കെ വന്നു, ഫുൾ A+ ഒക്കെ മേടിച്ചു. ഇത്തിരി പബ്ലിസിറ്റി കൊടുക്കാൻ പറഞ്ഞത് അവള്. അപ്പൊ ഇതാണ് ബെറ്റർ പ്ലാറ്റ്ഫോം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെ ഇതൊക്കെ വരും കേട്ടാ. അത് പബ്ലിസിറ്റി മാത്രം എടുത്താൽ മതി, കുഴപ്പമില്ലല്ലോ. ഇനി ഞങ്ങൾക്ക് ആർമാദിക്കണം. ഇനി നമ്മൾ എവിടെ പോകാൻ പോകും? ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. അടുത്ത ലൊക്കേഷൻ എത്തുന്നിടം വരെ ഞങ്ങൾ ബസ്സിൽ കിടന്നുറങ്ങും. ഞങ്ങളുടെ ബസ് കാണണ്ടേ, ഞങ്ങളുടെ ബസ് അടിയിൽ. അതെ, ഇവിടെ നല്ല ഭംഗിയാ. അത് മഞ്ഞ മേഘം, പക്ഷെ ഇവിടെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതിലാണ് ഞങ്ങൾ വന്നത്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? നെന്മാറയാ. ആ, നോക്കി ആ ഒരു ഭാഗത്ത് അവിടെ മല നല്ല ഭംഗിയില്ലേ. ഇവിടാണ് ഞങ്ങൾ വന്നത്. അറിഞ്ഞോ? നമ്മളിപ്പോ നമ്മുടെ സന്തൂർ മമ്മീനെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ 2 പിള്ളേരുടെ അമ്മയാണ് നമ്മുടെ സന്തൂർ മമ്മി. ദേ വരുന്നു. സന്തൂർ മമ്മി അറിഞ്ഞിട്ടില്ല, സന്തൂർ മമ്മി തന്നെ തയ്ച്ചുണ്ടാക്കിയ ഡ്രസ്സാണിത്. അതെ, ഇതൊക്കെ യൂട്യൂബ് സ്വന്തമായി ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട് വളരെ നല്ലൊരു ഫാഷൻ ഡിസൈനർ. എന്റെ ഡ്രസ്സൊക്കെ തയ്ച്ചു തരൂ. ഇത് പട്ടിപുള്ള നമ്മള് തൃശ്ശൂരിന്ന് ഒരു വീഡിയോ എടുക്കാനായിട്ടായിരുന്നേ. നമുക്ക് ഈ കുടിലിട റോഡിലേക്ക് പോകണമെങ്കിൽ ആരും ഇവിടെ നിന്നായിരുന്നു റിപ്പോർട്ട്. ഇപ്പൊ വെയില് കാരണം ഒന്നും കാണാൻ വയ്യ.
ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ കിട്ടും. നിങ്ങൾ കൊല്ലംകോട് ഭാഗത്തോട് പോവുകയാണെങ്കിൽ ഇതുവഴി എത്തിക്കോളൂ. അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ നിങ്ങൾക്ക് ഈ തോട്ടത്തിൽ നിന്ന് അവർ പറിച്ചു തരും. അടിപൊളിയായിട്ടാ. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്തേക്കും. ഇതിപ്പോ ഇവിടെ പറിച്ചു വെച്ചിരിക്കുന്ന മാങ്ങയാണേ. പഴുത്ത മാങ്ങയൊക്കെ ഉണ്ട്. ഇതേ നോക്കി അവിടെ ഫ്രഷ് ആയിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മാങ്ങ വേണ്ട വെച്ചാൽ അവര് നമുക്ക് അപ്പം തന്നെ എടുത്തു തരും. ഇപ്പൊ പറിച്ചെടുത്തിട്ടുള്ള മാങ്ങ ഇത്. ഇപ്പൊ ഇവിടെ നിന്നിട്ട് എല്ലാരും മാങ്ങ വാങ്ങിച്ചോണ്ടിരിക്കുക. ഞങ്ങളിപ്പോ അടുത്ത ഡെസ്റ്റിനേഷനിൽ വന്നു. അലിയാർ ഡാം പൊള്ളാച്ചിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഗൈസ്, ഞങ്ങളെല്ലാരും ഒറ്റ മൈൻഡിൽ ആലിയാർ ഡാമിന്റെ ഏറ്റവും ടോപ്പ് വരെ പോവാൻ പോവാണ്. ഇതുവരെ വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അതെ, ഞങ്ങള് രണ്ടുപേരും കൂടെ മിക്കവാറും പോകും. ഞങ്ങൾ രണ്ടുപേരും പോകും. ഇവിടെ പറയാ വയസ്സായ സന്തൂർ മമ്മികൾ പറ്റില്ല എന്ന് പറയുന്നത്. അതെ, ആളെ നല്ല ഭംഗിയുണ്ടല്ലേ, നോക്കിയേ. അതൊക്കെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, നമ്മൾ അലിയാർ ഡാമിന്റെ മുകളിലേക്കാണ് പോകുന്നത്. നമ്മൾ ഒറ്റ മൈൻഡ് ആയിട്ടാണ് കയറാൻ പോകുന്നത്. ചിലവർക്കൊന്നും വരാൻ താല്പര്യമില്ല, വയസ്സായ ആൾക്കാരാണ്. അതെ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വയസ്സായവരെ നമ്മൾ നിർബന്ധിക്കാറില്ല. അതുകൊണ്ട് നമ്മള് പോവാൻ പോവാ. നമ്മൾ തന്നെ വഴി വെട്ടി പോവാൻ പോവാണ്. കാരണം ഞങ്ങൾക്ക് ആർക്കും വഴി അറിയില്ല, ഏത് വഴി കൂടെ പോണ്ടേന്ന് ചോദിച്ച് ഞങ്ങളിപ്പോ പോകും. പക്ഷെ നല്ല സ്ഥലം, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ, ഒടുക്കത്തെ വെയിലും കരിഞ്ഞു പോകും. സൺസ്ക്രീൻ ഉണ്ട്, SPF 50 ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു കാര്യമില്ല. ഇപ്പം കരിഞ്ഞു പോകും. ഞങ്ങൾ വഴിയൊന്നും ഇവിടെ കാണാനില്ല. ഏത് വഴി കൂടെ പോണോ അറിയാൻ വയ്യ. ഞങ്ങൾ അതെ അതെ, നോക്കി ഇവിടെ ഇത്തിരി തണലുണ്ടല്ലേ. അയ്യോ, സൂക്ഷിച്ച് കിടക്കതേ. ഈ പടി അതും ഇതൊക്കെ ഉണ്ട്. സൂക്ഷിച്ചിടണം. പടിയുണ്ട്, പക്ഷെ നമ്മൾ വഴിയുണ്ട്. പെട്ടെന്ന് ഇവിടെ കാണാൻ നല്ല ഭംഗി. നോക്കിയേ, നമ്മളിപ്പോ തമിഴ്നാട്ടിലെ പൊള്ളാച്ചി എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശം അറിയില്ല, ഏതോ ഒരു ഭാഗത്ത്. ഞങ്ങളൊരു ആവേശത്തിൽ പെട്ടെന്ന് കയറി പോകുന്നൊക്കെ പറഞ്ഞു. ഇവിടെ വന്നപ്പം എന്തൊരു പടി കയറി പോണം. എനിക്കറിഞ്ഞോടെ കേസ്, ഞാൻ തളർന്നു. ഇപ്പൊ തന്നെ കുഴഞ്ഞ് നോക്കട്ടെ. ഞങ്ങളങ്ങനെ ഒരു വലിയൊരു സംഭവത്തിലോട്ട് പോകാൻ പോവാണ്. അറിഞ്ഞൂടാ ഞങ്ങളിതിൽ എത്തിപ്പെടുമെന്ന്. എന്നാലും നോക്കാം. ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്തതല്ലേ. കേറും, ഞങ്ങൾ കേറും. വെയില് കാരണം മതി. ദൈവമേ, ഇതേ ഇവിടെ നോക്കിയേ, ഇവിടെ നല്ല ഭംഗിയുണ്ട് കണ്ട. നമുക്ക് അതിന്റെ മുകളിലോട്ടാ പോണ്ടേ. എന്തായാലും പെട്ടെന്ന് നടന്നു പോവാനായിട്ട് നോക്കാം. അച്ഛൻ്റെ നടന്നു പോകുന്നു ഗൈസ്. വേണ്ടേ, ആൽവിൻ അങ്കിളും എല്ലാരും ഉണ്ട്. ഞങ്ങൾ ഉത്സാഹിച്ചതേ മേപ്പോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും എല്ലാരും വെയിലത്തിപ്പം കരിഞ്ഞ് പരിവാകും. എടുത്തിട്ട് ആ ഓടിപ്പോകുന്നത് ഞങ്ങളുടെ അച്ഛനാണ് ഗൈസ്, പള്ളിയിലച്ഛൻ. ഒരാവേശത്തേക്ക് ഞങ്ങളാണ് ഗൈസ്. ബാക്കിയുള്ളവരൊക്കെ കണ്ട കുഴങ്ങി പണ്ടേറെ തുടങ്ങി. എന്നാലും ഇത് വളരെ നിസ്സാരമാണ്. ഇനിയും ബിൽഡപ്പ് കൊടുത്താള് വേണ്ട പോകുന്നു. അടിപൊളി, അടിപൊളി സ്ഥലം. നോക്കിയേ, വൈബ് സ്ഥലം. കുറച്ച് ക്ഷീണിച്ചെങ്കിലും എന്താ, നല്ല സ്ഥലം കണ്ടു. നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗി. വെയിലായോണ്ടാണ് ഗൈസ്. വൈകിട്ടൊക്കെ വന്നാൽ നല്ല അടിപൊളിയായിരിക്കും. ഞങ്ങളെല്ലാരും ആ കറി വീഡിയോ ആണോ? മിന്റെ സൈഡിൽ നിന്ന് താപ്പോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർക്കൊക്കെ കാണാം കേട്ടോ. താഴെ ആ സൈഡിലാ പാർക്ക് വരുന്നത്. ഇവിടെ നല്ല വെയില. വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഈ നട്ടപ്പറ വെയിലത്ത് നമ്മൾ ചാവും വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ തന്നെ ഞങ്ങളെല്ലാം ദേഹു ദിയൊക്കെ വെയിലത്ത്
ഒരു രക്ഷയില്ല. കണ്ട ക്രിസ്റ്റീനെയൊക്കെ നോക്കി, ഞങ്ങളൊക്കെ ചത്തു. സാഹസികത. പിന്നെ ചേച്ചി മോളും പൂ പറിക്കുന്നു ഗൈസ്. അതും ഇപ്പൊ ചാവും നാളെ. ഞങ്ങൾ ഒറ്റയ്ക്ക് നടന്നു വന്നു. ഈ സത്യം പറഞ്ഞ കണ്ണാണ്. അതെ, നമുക്ക് പിന്നെ വെയിലത്തേക്കുന്നുണ്ട്, രക്ഷയില്ല. ഗൈസ് വൈഷ്ണവി ചേച്ചി പാടാണ്ട് അതങ്ങനെ പറ്റില്ല. രാജീവങ്ങൾ എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, മലയാളം മാത്രമേ പറയൂ. മലയാളം മാത്രമേ രാജീവങ്ങൾ പറയാറുള്ളൂ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്. പക്ഷെ ഇതിപ്പോ എന്താ, വൈശുവിന്റെ ചാനലിൽ ഞാൻ എടുത്ത മാതിരി. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊന്നും വരില്ലല്ലോ അല്ലേ? ഒരു പ്രത്യേകതരം കാഴ്ച, വെറൈറ്റി കാഴ്ച. അയ്യോ, ഞങ്ങള് ഇപ്പൊ കാണിച്ചു തരാം. സന്തൂർ മമ്മി ഇവിടെ നൂഞ്ഞാലാടുന്നു. കാണിച്ചു തരാവേ. വേണ്ട, ഇരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ സന്തൂർ മമ്മി. നോക്കൂ ഗൈസ്. അത് പിന്നെ ചേച്ചിയുടെ അമ്മയാണ് ഗൈസ്, ആലിസ് ആന്റി. നമ്മൾ വന്ന ഒരു എൻട്രി സൈഡ് വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയത്. പക്ഷെ നോക്കിയേ, നല്ല ഭംഗിയായിട്ടാ. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാ. ലൈറ്റനിങ്ങിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും ഈ പുറത്തും. സത്യം പറഞ്ഞാൽ ഇവിടെ വൈകിട്ട് വന്നിരിക്കാനാണ് നല്ല ഭംഗി. നമുക്ക് ഒരു ഇത്ര വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. ഇവിടെയൊക്കെ നല്ല ഭംഗിയാ കാണാൻ. കണ്ട, നല്ല രസം ഇവിടെ അല്ല. അടിപൊളി വ്യൂ. ഞങ്ങളെല്ലാരും ഇപ്പൊ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. നല്ല എന്തത് നല്ല അടിപൊളി വ്യൂ ആ ബാക്കിലോട്ട്. തേയിലത്തോട്ടത്തിലായിപ്പോ ഞങ്ങളെല്ലാരും വെറുതെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാ. നല്ല കോടയുണ്ട് ഇവിടെ. ഏതോ ആ ഭാഗത്ത് നല്ല കോടയുണ്ട്, മഞ്ഞ്. ലിമണ്ടണോരൊക്കെ കഴുതാ. ലിയാൻ കഴുതാ. ലൂയിസും കഴുതാ. നമ്മളെല്ലാരും ഇപ്പൊ ലഞ്ചൊക്കെ കഴിച്ചു. എന്നിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള CSI ചർച്ച ആട്ടോ ഇത്. വെറുതെ ഇങ്ങോട്ട് വന്നേക്കുക എല്ലാരും. ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ സ്ഥലങ്ങളിലൊന്നും പോകാനോ കാണാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഫുൾ ടൈം ബസ്സിലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു കേട്ടോ. പിന്നീട് അങ്ങനെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മാക്സിമം ബസ്സിലെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര തന്നെ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒടുവിലെത്തി. ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി ഗൈസ്. ബസ്സിന്റെ ബാക്കില് വീടെത്തി. സാഹസികതകൾക്കൊടുവിൽ ഞങ്ങളിവിടെ എത്തി. ഇനി എല്ലാവരുടെയും വീട്ടിൽ പോകാൻ പോവുക. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.